നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. തൃശൂർ ചേലക്കര വള്ളത്തോൾ നഗറിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗി എഞ്ചിനിൽ നിന്നും വേർപെട്ടു. എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് വേർപെട്ടത്. ട്രെയിനിന് വേഗത കുറവായിരുന്നതിനാൽ അപകടം ഒഴിവായി. കൊടുങ്ങല്ലൂരിൽ ബേക്കറി ജീവനക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ചന്തപുരയിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വിംബിസ് ബേക്കറിയിലെ സപ്ലയർ എടമട്ടം സ്വദേശി കാക്കപ്പറമ്പിൽ 36 വയസ്സുള്ള സുജേഷിനെയാണ് ആക്രമിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. കനത്ത മഴയും പുഴയിലടഞ്ഞ മാലിന്യവും മൂലം ഊനിമലകൾ വ്യാപകമായി നശിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾ പട്ടിണിയിൽ. ശക്തമായ വേലിയിറക്കത്തിനിടയിൽ മാലിന്യം ഒന്നാകെ വന്നിടിഞ്ഞ് വലകൾ കീറുകയും ഊനിക്കുറ്റികൾ കടപുഴകി പോകുകയും ചെയ്തു. ബാംഗ്ലൂരിൽ നിന്നും MDMAയുമായി 3 യുവാക്കളെ എറണാകുളം സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. പറവൂർ മാഞ്ഞാലി മാട്ടുപുറം സ്വദേശികളായ ശ്രാവൺ, മുബാറക്, സുഹൈൽ എന്നിവരാണ് സ്പെഷ്യൽ സ്ക്വാഡ് സംഘത്തിന്റെ പിടിയിലായത്. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLAയുടെ വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാര സമർപ്പണം മികവ് 2024 ജൂൺ 30 നടക്കുമെന്ന് സംഘാടക സമിതി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് മാള കാർമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി കൃഷി വകുപ്പ് മന്ത്രി P. ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. പുല്ലൂറ്റ് തെരുവ് നായ്ക്കൾ 60ഓളം കോഴികളെ കൊന്നു. മഞ്ഞനപ്പള്ളി വട്ടപ്പറമ്പിൽ അബ്ദുൾ റസാഖിന്റെ വീട്ടിലെ കോഴികളെയാണ് നായ്ക്കൾ കൊന്നത്. അബ്ദുൾ റസാഖും ഭാര്യയും പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം. മറ്റുള്ളവയെ നായ്ക്കൾ കൊണ്ടുപോയതായി വീട്ടുകാർ പറഞ്ഞു. മാളയിൽ വാഹനാപകടം. ടോറസ് ലോറി നിർത്തിയിട്ടിരുന്ന കാറിലിടിച്ച് കാറിന് കേടുപാടുകൾ സംഭവിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. മാള ടൗണിൽ മുസ്ലിം പള്ളിക്ക് മുൻപിൽ റോഡിലാണ് അപകടം നടന്നത്. വളവുള്ള റോഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ മുൻഭാഗത്ത് ടോറസ് ലോറി വളയ്ക്കുന്നതിനിടയിൽ പിൻഭാഗം ഇടിച്ചാണ് അപകടം ഉണ്ടായത്. വള്ളം എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയവരെ രക്ഷിച്ചു. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ ലംഘിച്ച് മുനയ്ക്കക്കടവ് നിന്നും മത്സ്യബന്ധനത്തിന് പോയതിനെ തുടർന്ന് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ റോയൽ എന്ന വള്ളവും മത്സ്യത്തൊഴിലാളികളെയുമാണ് ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് കരയിലെത്തിച്ചത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ പുറകോട്ടെടുത്ത ടോറസ് ലോറി കാർ ഇടിച്ചു നീക്കി. ഒഴിവായത് വൻ ദുരന്തം. കാറിനെയും കൊണ്ട് ലോറി മീറ്ററുകളോളം നീങ്ങി. ഫാസ്ടാഗിൽ പണമില്ലാത്തതിനാൽ ടോറസ് ലോറി ഡ്രൈവർ അശ്രദ്ധമായി വാഹനം ടോൾ ബൂത്തിൽ നിന്നും പിറകോട്ടെടുത്തതാണ് അപകട കാരണം. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കയ്പമംഗലം സ്വദേശിയെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. കയ്പമംഗലം കൂരിക്കൊഴി പണിക്ക് വീട്ടിൽ ഡുഡു എന്ന് വിളിക്കുന്ന ഇജാസിനെയാണ് 1 വർഷത്തേക്ക് ജയിലിൽ അടച്ചത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.